ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ അനിയനെങ്ങാനും പോയി അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നാ ഇവിടെ കൊലപാതകം നടക്കും. പറഞ്ഞേക്കാം. ഈ മെഡിസിൻസ് ഒരാഴ്ച കഴിക്കണം. എന്നിട്ട് എന്നെ വന്നൊന്ന് കാണണം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം. ആ ശരി ഡോക്ടർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. അതെ, മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. ഞാൻ പറഞ്ഞത് വല്ലതും തനിക്ക് മനസ്സിലായോ? സച്ചി പിന്നെ അച്ചി വീട്ടിലേക്ക് പോയി. തന്റെ വീട്ടുകാർക്കേ നാണോ മാനോ ഒന്നും ഇല്ലേ? ഭാര്യയുടെ സാരി തുമ്പിന്റെ മണവും പിടിച്ചങ്ങ് പോയേക്കുവാ. കഷ്ടം. ഇത്രയും നാണോ ഇല്ലാത്തൊരു ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല, ഈ സ്കാനിങ്ങിന് ആശുപത്രി കൊണ്ടുപോകാൻ അവളുടെ വീട്ടിൽ ആരുമില്ലേ? പോയ ദോഷം ഇനിയും പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പോയേക്കുവാ അനിയൻ. കേൾക്കുന്നുണ്ടോടോ താൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത്. തന്റെ അനിയനെങ്ങാനും പോയി അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നാ ഇവിടെ കൊലപാതകം നടക്കും. പറഞ്ഞേക്കാം. അപ്പോ അന്ന് താൻ വീഴാൻ പോയപ്പോ കാലുകൊണ്ടതല്ല, അറിയാതെ സംഭവിച്ചതുമല്ല. എടോ, അപ്പൊ തനിക്കെല്ലാം അറിയാം. തന്നെ ഞാൻ അപ്പൊ കൈക്കും കാലിനൊക്കെ അനക്കമുണ്ട്. മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ അതും കൂടെ ഞാൻ ഇല്ലാതാക്കും. കേട്ടടോ? അനുവേട്ടൻ ഓഫീസിൽ പോയില്ലേ? ഞാനന്ന് കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. ആ സച്ചി അകത്തേക്ക് വാ. ഏയ് ഞാനില്ല. രാവിലെ വന്നപ്പോഴും നീ അകത്തോട്ട് കയറിയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ തമ്മിലുള്ള ദേഷ്യമൊക്കെ നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി. ഞങ്ങൾക്ക് ആർക്കും അതിലൊരു പങ്കുമില്ല. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ആ മോളവിടെ? അവൾ ഉറങ്ങുവോ? അതെ, നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. സച്ചി അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. സച്ചി ഫംഗ്ഷൻ ഉണ്ടാവില്ലേ? ഏയ് ഇല്ല, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. എന്തത്യാവശ്യം? ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. മോനകത്തേക്ക് വന്നേ.
ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മാങ്ങാ ചമ്മന്തിയും മോരുകറിയും പുഴമീനും ഒക്കെ ഉണ്ട്. അയ്യോ ഞാനിപ്പോ പുറത്തുനിന്ന് കഴിച്ചതേ ഉള്ളൂ. ഏ? അങ്ങനെ ഒന്നും കഴിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാ, ഞാനല്ലേ വിളിക്കുന്നേ. അല്ല സച്ചി വാ. അനുപേട്ട അത് വാ ഇങ്ങോട്ട്. നീരേ ആദ്യം കുടിക്കാൻ നെല്ലെടുക്ക. വാ വാ കയറി വാ. വാടാ ഇങ്ങോട്ട്. ആ, വാ മോനെ വാ. അനുപേട്ട ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓഫീസിലെ ചില ഫയലുകൾ ഒപ്പിടാനുണ്ട്. അവിടുത്തെ തിരക്കുകൾ അനുപേട്ടന് അറിയാവുന്നതല്ലേ. ഒക്കെ എനിക്ക് ഇന്നലെ രാത്രി തന്നെ മനസ്സിലായതാ. ആ, താൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നും വേണ്ട. ഇന്നിവിടെ താമസിക്കാം. നാളത്തെ ഫംഗ്ഷന് സച്ചി ഇവിടെ ഉണ്ടായേ പറ്റൂ. അത് നാളെയല്ലേ, ഞാൻ വരാം. ദേ സച്ചി ജ്യൂസ്. എന്ത് സ്വഭാവം ഇത്? എന്നോടൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എല്ലാവരും ഇത്രയും നിർബന്ധിച്ചില്ലേ, അപ്പൊ പിന്നെ ഇവിടെ നിന്നൂടെ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. വരാം. ധനുഷിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. നിന്റെ ഇവിടുത്തെ ജോലിയൊക്കെ സുഖാണല്ലോ അല്ലേ? ഇത് ചോദിക്കാനാണ് എന്നെ വിളിപ്പിച്ചത്? അല്ല, ഇങ്ങനെ പോയാൽ ഈ ജോലി മതിയാക്കി വീട്ടിൽ പോണ്ടി വരുന്ന പറയാനാ വിളിച്ചത്. മനസ്സിലായില്ല. എന്താ ഇത്?